UDFന്റെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വെല്ലുവിളിച്ചു തേയുന്ന വി.ഡി. സതീശൻ. ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ UDFന്റെ ഉറക്കം കെടുത്തിയെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പതിവ് പോലെ വി.ഡി. സതീശൻ ഒരു നുണയുമായി രംഗത്തിറങ്ങി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെറും 3 മാസമേ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ എന്ന പതിവ് നുണയാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും പറയുന്നത്. മറിച്ച് തെളിയിക്കാൻ അദ്ദേഹം മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി നമുക്കൊന്ന് കേൾക്കാം. ആ കുടിശ്ശിക എത്ര നാളത്തെ കുടിശ്ശികയാണ്? 3 മാസത്തെ കുടിശ്ശികയാണ് വന്നതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. ക്യാപ്സ്യൂൾ, CPM ക്യാപ്സ്യൂൾ ആണ്. 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനകാര്യമന്ത്രി KN ബാലഗോപാലെയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. ആകെ 3 മാസത്തെ കുടിശ്ശികയാണ്. അത് ഈ അക്കൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത താമസമാണ്. ആ പൈസ കൊടുത്തിട്ടുണ്ട്. ഒരു കുടിശ്ശികയില്ല. കേട്ടല്ലോ, അക്കൗണ്ട് മാറ്റാൻ വേണ്ടി എടുത്ത സമയത്ത് 3 മാസത്തെ കുടിശ്ശികയേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അത് തെളിയിക്കുന്ന ഏതോ ഒരു രേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടത്രേ. പതിവ് പോലെ പുറത്തുവിട്ടിട്ടില്ല. പലവട്ടം ഈ കാര്യം നാം ചർച്ച ചെയ്തതാണെങ്കിലും ഒരിക്കൽ കൂടി ഈ കാര്യങ്ങളുടെ ക്രോണോളജി ഒന്ന് പരിശോധിക്കാം. എന്താണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വിതരണ കാര്യത്തിൽ സംഭവിച്ചത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം വരെ, അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം വരെ സാമൂഹ്യക്ഷേമ വകുപ്പാണ് ഗ്രാമപഞ്ചായത്തുകൾ വഴി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നത്. അത് കുളമായപ്പോൾ ആ പെൻഷൻ നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് 2013 സെപ്റ്റംബർ 27 UDF സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവാണ് നാം സ്ക്രീനിൽ കാണുന്നത്. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കൂ. 1/8/2023 മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തിക്കും. ആ ഉറപ്പാണ് ഗുണഭോക്താക്കൾക്ക് അന്നത്തെ സർക്കാർ നൽകിയത്. ആ ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നാം പരിശോധിക്കുന്നത്. അതറിയാൻ സമഗ്രമായ രേഖ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള 2016 C&AG റിപ്പോർട്ടാണ്. 25 ഗ്രാമപഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ 7 മുനിസിപ്പാലിറ്റികളും CAGയുടെ ഉദ്യോഗസ്ഥ സംഘം നേരിട്ട് പരിശോധന നടത്തിയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്ന് ആകെ ഉണ്ടായിരുന്നത് 978 ഗ്രാമപഞ്ചായത്തുകൾ, 60 മുനിസിപ്പാലിറ്റികൾ, 5 കോർപ്പറേഷനുകൾ. അതിൽ നിന്നാണ് 32 സ്ഥാപനങ്ങൾ C&AG ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുത്തത്. ആ സാമ്പിൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും പരിശോധന നടത്തിയ ശേഷം CAG പറയുന്നു, എല്ലാ പഞ്ചായത്തുകളിലും 2014 സെപ്റ്റംബർ മുതൽ കുടിശ്ശികയുണ്ട്. അതിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ 2013 മുതലും പാപ്പിനശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2014 ഏപ്രിൽ മുതലുമാണ് കുടിശ്ശിക. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പാരഗ്രാഫ് 4.2 CAG ഇങ്ങനെ പറയുന്നു: സമയബന്ധിതമായി പെൻഷൻ തുക അനുവദിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തി. ഓണം, ന്യൂ ഇയർ പോലുള്ള ഉത്സവ വേളകളിലാണ് കുടിശ്ശിക അനുവദിക്കുന്നത്. CAG ഉദ്യോഗസ്ഥർ നൽകിയ ചോദ്യാവലിയോട് പ്രതികരിച്ച 93% പേരും പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്തി. ഓർക്കുക, ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും അടക്കം 32 സ്ഥാപനങ്ങളിലെ പെൻഷൻകാരോടാണ് CAG ഉദ്യോഗസ്ഥർ നേരിട്ട് വിവരമന്വേഷിച്ചത്. ആകെ സ്ഥാപനങ്ങൾ 1043. അതിൽ 3% സ്ഥാപനങ്ങളിലാണ് ഈ പരിശോധന നടന്നത്. കണ്ണിൽ തുളയ്ക്കുന്ന ഈ തെളിവ് മുന്നിൽ കിടക്കുമ്പോഴാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും വെല്ലുവിളിക്കുന്നത്. UDFന്റെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് അവരിറങ്ങി തെളിയിക്കുകയൊന്നും വേണ്ട പ്രതിപക്ഷ നേതാവേ. അത് CAG എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക 2013 സെപ്റ്റംബർ മുതൽ ആരംഭിക്കുന്നുവെന്ന് CAG റിപ്പോർട്ടുണ്ട്. അതായത് വെറും 3% തദ്ദേശ സ്ഥാപനങ്ങളിലെ പെൻഷൻകാരെ നേരിട്ട് പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണത്. 10% സ്ഥാപനങ്ങളിൽ അവർ പരിശോധനയ്ക്ക് തുനിയാതിരുന്നത് UDFന്റെ ഭാഗ്യം എന്ന് വിചാരിക്കുക. ഇനി തരികിട നടത്തിയത് എങ്ങനെയെന്ന് നോക്കാം. നേരത്തെ നാം ഒരു ഉത്തരവ് കണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. 2013 ഓഗസ്റ്റ് 1 മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പെൻഷൻ എത്തിക്കാൻ സംവിധാനം ഒരുക്കി എന്ന ഉത്തരവ്. ആ ഉത്തരവ് പ്രകാരം ക്ഷേമ പെൻഷൻ വിതരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിൽ 27/7/2013 പഞ്ചായത്ത് ഡയറക്ടറുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. ആ അക്കൗണ്ടിന്റെ നമ്പർ ഇതാണ്: 67 23 45 15 304. ഈ അക്കൗണ്ടാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പെൻഷൻ എത്തിക്കുന്നതിന്, അവരുടെ കൈകളിലേക്ക് പെൻഷൻ എത്തിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഡയറക്ടറുടെ പേരിൽ 2013 ജൂലൈ 22 ആരംഭിച്ച അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ആ രേഖകൾ നമുക്കൊന്ന് നോക്കാം. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഈ അക്കൗണ്ടിൽ
2013 ഓഗസ്റ്റ് 1 മുതൽ 2015 മാർച്ച് 31 വരെ 1 രൂപ പോലും നിക്ഷേപിക്കുകയോ അതിൽ നിന്ന് 1 രൂപയെങ്കിലും ആർക്കും വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പൊ എത്ര മാസത്തെ കുടിശ്ശികയായി? 19 മാസത്തെ കുടിശ്ശികയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മുടെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആ കാലയളവിൽ കിട്ടാനുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇനി നമുക്ക് 2014 ഓഗസ്റ്റ് 21 അന്നത്തെ പ്രത്യേക ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ പത്രസമ്മേളനത്തിൽ ക്ഷേമ പെൻഷൻ വിതരണത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കാം. ഏതാണ്ട് 700 കോടിയിൽ പരം രൂപയാണ് എല്ലാ പെൻഷനുകൾക്കും കൂടി ആവശ്യമായി വരുന്നത്. കഴിഞ്ഞ വർഷം ഗവൺമെന്റ് യഥാസമയം ഫണ്ട് റിലീസ് ചെയ്തിട്ടും പഞ്ചായത്തുകൾ പലതും അതിന് അർഹതയുള്ളവർക്ക് കൊടുത്തില്ല. ഓണത്തിന് ശേഷമാണ് കൊടുത്തത്. കേട്ടല്ലോ, 2014 ക്ഷേമ പെൻഷൻ വിതരണം കുളമായതിന് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് പഞ്ചായത്തുകളെ, ഗ്രാമപഞ്ചായത്തുകളെ. യഥാസമയം ഫണ്ട് റിലീസ് ചെയ്തിട്ടും ഓണം കഴിഞ്ഞാണത്രേ പഞ്ചായത്തുകൾ വിതരണം നടത്തിയത്. ശരിയാണോ ഈ വാദം? ഈ വാദത്തെ നമുക്ക് C&AG റിപ്പോർട്ടുമായി താരതമ്യപ്പെടുത്തി നോക്കാം. ആ റിപ്പോർട്ടിന്റെ പേജ് 30 ഇങ്ങനെ പറയുന്നു: പെൻഷൻ വിതരണത്തിന് പഞ്ചായത്തുകൾക്ക് വേണ്ടി വരുന്ന തുകയല്ല പലപ്പോഴും സർക്കാർ കൊടുക്കുന്നത്. പഞ്ചായത്തുകൾക്ക് ഒരു തുക കൊടുക്കും, എന്നിട്ട് ഒരു നിശ്ചിത കാലത്തെ കുടിശ്ശിക തീർക്കാൻ പറയും. അധിക പണം പഞ്ചായത്തുകൾ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കണം. 5 കൊല്ലവും അതുതന്നെയായിരുന്നു സ്ഥിതി. ഇതാണ് C&AGയുടെ കണ്ടെത്തൽ. അതായത് 2013 ഓണത്തിന് പണം കൊടുത്തിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾ ഓണത്തിന് ശേഷമാണ് ആ പണം വിതരണം ചെയ്തത് എന്ന ഉമ്മൻചാണ്ടിയുടെ വാദം പൊളിയാണെന്ന് CAG തന്നെ തുറന്നു കാട്ടിയിട്ടുണ്ട്. എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർക്കാനുള്ള തുകയൊന്നും പഞ്ചായത്തുകൾക്ക് അന്ന് കൈമാറിയിട്ടില്ല. എല്ലാ പഞ്ചായത്തുകൾക്കും ഒരുപോലെയല്ല പണം കൊടുത്തിരുന്നത്. തോന്നിയതുപോലെയായിരുന്നു വീതം വെപ്പ്. ഇനി 2014 ഓണക്കാലത്തേക്ക് വരാം. അതേക്കുറിച്ച് ഉമ്മൻചാണ്ടി പറഞ്ഞത് നമുക്ക് ഒന്നുകൂടി കേട്ടാലോ? എല്ലാ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക സഹിതം ഓണത്തിന് മുമ്പ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഏതാണ്ട് 700 കോടിയിൽ പരം രൂപയാണ് എല്ലാ പെൻഷനുകൾക്കും കൂടി ആവശ്യമായി വരുന്നത്. കഴിഞ്ഞ വർഷം ഓണത്തിന് മുമ്പ് പെൻഷൻ കൊടുക്കാൻ 700 കോടി രൂപ അനുവദിക്കും എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അപ്പോഴേക്കും ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നേരിട്ട് കൈമാറാൻ ഡയറക്ട് ടു ബാങ്ക് സംവിധാനം വന്നിരുന്നു, DBT സംവിധാനം വന്നിരുന്നു. 2014 ആഗസ്റ്റ് 21 പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആ 700 കോടി ഈ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. നോക്കൂ, 2014 ഡിസംബർ വരെ പെൻഷൻ വിതരണത്തിന് വേണ്ടി ഓപ്പൺ ചെയ്ത അക്കൗണ്ടിൽ 1 രൂപ പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ 700 കോടി രൂപ ഏതു വഴിയാണ് ഉമ്മൻചാണ്ടി വിതരണം ചെയ്തത്? ഇനി C&AG റിപ്പോർട്ടിലെ പരാമർശം ഒന്നുകൂടി ഓർക്കൂ. കോഴിക്കോട് കോർപ്പറേഷനിൽ 2013 മുതലാണ് കുടിശ്ശിക. പാപ്പിനശ്ശേരി പഞ്ചായത്തിൽ 2016 ഏപ്രിൽ മുതലും. അപ്പൊ 2014 ഓഗസ്റ്റിൽ വിതരണം ചെയ്ത ഈ 700 കോടിയിൽ ഈ 2 പഞ്ചായത്തിലെയും പെൻഷൻകാർക്ക് 1 രൂപയും കിട്ടിയില്ലേ? അതെങ്ങനെ സംഭവിച്ചു? 2013 ഓണക്കാലത്ത് സർക്കാർ പണം അനുവദിച്ചിട്ടും പഞ്ചായത്തുകൾ യഥാസമയം പെൻഷൻ വിതരണം നടത്തിയില്ല എന്ന് പറഞ്ഞാണല്ലോ ഈ DBT സംവിധാനം കൊണ്ടുവന്നത്. ആ സംവിധാനം വഴി 2014 ഓണക്കാലത്ത് പെൻഷൻ വിതരണം നടന്നിട്ടില്ല എന്നാണ് ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത്. 2015 മാർച്ച് 31 വരെ 1 രൂപ പോലും ഈ അക്കൗണ്ട് വഴി പെൻഷൻ വിതരണം നടത്തിയിട്ടില്ല. ഇനി നമുക്ക് ആ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് കാണിച്ച കൊടും വഞ്ചനയുടെ മറ്റൊരു തെളിവ് കൂടി കാണാം. ഇനി നാം കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ 13/5/2015 23 കോടി 71,64,744 രൂപ അനുവദിച്ച ഉത്തരവിന്റെ പകർപ്പാണ്. ഇനി അക്കൗണ്ടിൽ വന്ന പണം നോക്കൂ. മെയ് 16 വെറും 2,98,00,000 രൂപയാണ് ഈ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഉത്തരവിൽ പറഞ്ഞത് 23 കോടി രൂപ, അക്കൗണ്ടിൽ എത്തിയത് 2 കോടി രൂപ. അനുവദിച്ച തുകയുടെ 10-1 അല്പം കൂടുതൽ. അപ്പൊ തുക അനുവദിച്ചു എന്ന് പത്രസമ്മേളനത്തിൽ വീശി കാണിക്കാൻ ഒരു ഉത്തരവ് റെഡി. അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴോ ബാങ്കിൽ എത്തിയത് തുച്ഛമായ തുകയും. ക്ഷേമ പെൻഷൻ കുടിശ്ശിക 20 മാസത്തോളമായപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാർക്ക് മാത്രം 23 കോടി രൂപ അനുവദിക്കുന്ന ഉത്തരവിറക്കി ഒരു നാടകം. ബാങ്കിൽ ആ തുകയുടെ 10% മാത്രം നിക്ഷേപിച്ച് മറ്റൊരു നാടകം. ഇനി ഈ തുക വിതരണം ചെയ്തു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അത് വേറൊരു തമാശ. മെയ് 20 മുതൽ 600 രൂപ നിരക്കിൽ പെൻഷൻ വിതരണം ആരംഭിച്ചതിന്റെ തെളിവും സ്ക്രീനിൽ കാണാം. ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഓർമ്മിക്കുക, ആകെ 19 മാസത്തെ കുടിശ്ശിക അതുവരെ ഉണ്ട് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഈ 19 മാസത്തെ കുടിശ്ശിക ഉള്ളപ്പോൾ
2015 മെയ് മാസത്തിൽ സർക്കാർ ഈ അക്കൗണ്ടിൽ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത് വെറും 2,98,00,000 രൂപ. ആ പെൻഷൻ വിതരണത്തിന്റെ കഥ നാം ഇനി കാണുന്നു. ആദ്യത്തെ 600 രൂപ പോയിരിക്കുന്നതിന്റെ വിവരങ്ങൾ കാണാം. നോ സച്ച് അക്കൗണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20-ാം തീയതി തന്നെ അത് റിജക്ട് ചെയ്തതിന്റെ വിവരവും സ്ക്രീനിൽ കാണാം. അതായത് ആദ്യമായി ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ നടത്തിയ 600 രൂപ ഗുണഭോക്താവിന്റെ കൈകളിലെത്താതെ മടങ്ങി. സ്ക്രീനിൽ നോക്കൂ, വിതരണം ചെയ്ത ഓരോ 600 രൂപയ്ക്കും നേരെ അക്കൗണ്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ ഡയറക്റ്റ് ബാങ്ക് സംവിധാനം അമ്പേ പൊളിഞ്ഞതിന്റെ തെളിവുകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പേ താറുമാറായി കിടന്ന ഈ സംവിധാനം വഴി 1320 കോടി കുടിശ്ശിക വിതരണം ചെയ്യാൻ 2015 ഓഗസ്റ്റിലെ ഓണക്കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചു എന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. ആ തുകയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. ക്ഷേമ പെൻഷനുകൾ 32 ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള പെൻഷൻ 6 മാസത്തെ തുക 1320 കോടി രൂപ ഗവൺമെന്റ് ഡിസ്പേഴ്സ് ചെയ്തിരുന്നു. ഇതിൽ 352 കോടി രൂപ ബാങ്ക് വഴിയും ഇലക്ട്രോണിക് മണി ഓർഡർ വഴിയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായും ബെനിഫിഷ്യറീസിന് കിട്ടിയിട്ടുണ്ട്. 968 കോടി രൂപ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് വഴി കൊടുക്കുന്നതിനാണ് ഏൽപ്പിച്ചിരുന്നത്. അതില് നാമമാത്രമായ തുക മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് 2 ദിവസം ക്യാബിനറ്റ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പോസ്റ്റ് ഓഫീസിലുണ്ടാകുന്ന കാലതാമസത്തിലെ അസംതൃപ്തി ഗവൺമെന്റ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് 50 കോടി രൂപയിൽ താഴെ മാത്രമേ ഇതിന്റെ ബെനിഫിഷ്യറീസിന് കൊടുത്തിട്ടുള്ളൂ. 1320 കോടിയിൽ 968 കോടിയും വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചത് തപാൽ വകുപ്പിനെ. അവർ വിതരണം ചെയ്തത് കഷ്ടിച്ച് 50 കോടി. ഇതായിരുന്നു ഉമ്മൻചാണ്ടി കാലത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ കഥ. സത്യത്തിൽ പലർക്കും 18 മാസമൊന്നുമല്ല യഥാർത്ഥ കുടിശ്ശിക. അതിനേക്കാൾ എത്രയോ മാസം കൂടുതൽ 27, 28, 29 മാസം കുടിശ്ശിക വന്ന ഗുണഭോക്താക്കളുണ്ട്. അവരുടെ ഓർമ്മകളെയാണ്, അനുഭവങ്ങളെയാണ് വി.ഡി. സതീശൻ അപഹസിക്കുന്നത്. UDF കാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ പേരിൽ അദ്ദേഹം ഓരോ വെല്ലുവിളി മുഴക്കുമ്പോഴും അമ്പേ പൊളിഞ്ഞു പാളീസായ, അടിപടലം തകർന്ന് തരിപ്പണമായ ഉമ്മൻചാണ്ടി കാലത്തെ പെൻഷൻ വിതരണ സംവിധാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഉള്ളിൽ ഇരമ്പിയെത്തും. 62 ലക്ഷം മനുഷ്യരിൽ അത്തരം ഓർമ്മകൾ ഉണർത്തുന്നത് KC വേണുഗോപാലിന് ഒരു പണി കൊടുക്കാനാണെങ്കിൽ വി.ഡി. സതീശൻ ആ വെല്ലുവിളി ഇനിയും തുടരുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം. സാമ്പത്തിക പിന്തുണയ്ക്കുള്ള സഹായം അഭ്യർത്ഥിക്കാത്തത്, അതിനുവേണ്ടി തുടങ്ങിയ അക്കൗണ്ട് ഇതുവരെ പ്രവർത്തനക്ഷമമാകാത്തത് കൊണ്ടാണ്. അത് ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം.